ഹായ് ഫ്രണ്ട്സ്, മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഗംഗപ്രസാദും സ്റ്റെഫിയും കൂടി സ്വാമിമാരുടെ വേഷത്തിൽ വന്നിട്ട് അവർ അങ്ങ് പോകുന്ന കണ്ടപ്പോൾ കിരൺ എന്തോ ഒരു ചെറിയ ഡൗട്ട് അവരുടെ പിന്നാലെ പതുക്കെ നടന്നു നോക്കുവാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും കൂടി ഒരു കാറ് കയറി പോകുന്ന കേട്ടോ കിരൺ കാണുന്നു. ഓടിത്തിരിച്ച് കിരൺ വന്നിട്ട് കാർ എടുത്തിട്ട് പിന്നാലെ പോവുകയാണേ. അപ്പോൾ സ്റ്റെഫി പറയാം, നമ്മളെ ആർക്കും സംശയമില്ലല്ലോ. അപ്പോൾ ഗംഗ പറയാം, അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ, അവൻ വല്ലാത്തൊരു നോട്ടമായിരുന്നു നോക്കിയത് ആ കിരണ്. സ്റ്റെഫി പറയാം, അത് ശരിയാ, എൻ്റെ നെഞ്ചിന്ന് പതറിപ്പോയായിരുന്നു. ഗംഗ പറയുക, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പോലീസിനേക്കാളും ഭയക്കേണ്ടത് അവനെയാണെന്ന്. അവൻ രണ്ടും കൽപ്പിച്ചാണ് നടക്കുന്നത്. നമ്മൾ താമസിച്ച വീട്ടിൽ പോലും അവൻ എത്തിയിരിക്കുന്നു. സ്റ്റെഫി പറയാ, നീ സ്പീഡിൽ വണ്ടി വിട്. കിരൺ വീട്ടിൽ വന്ന് കാർ എടുത്തിട്ട് നേരെ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ പുറകെ പോവാണ്. അപ്പോൾ ചെല്ലുമ്പോൾ ഒരു സ്ഥലത്തൊരു വണ്ടി കിടക്കുന്ന കേട്ടോ. അവനവിടെ വണ്ടി ഫ്രണ്ടിൽ ഒതുക്കിയിട്ട് നോക്കുമ്പോൾ അതിനകത്ത് ആരുമില്ല. തൊട്ടടുത്ത് കണ്ട ഒരു ചിക്കൻ സെൻറ്ററിലെ ചേട്ടനോട് ചോദിക്കുക, ചേട്ടാ ഈ കാർ ആരുടെയാണ് ഇവിടെ നിർത്തിയിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ ചേട്ടൻ പറയുകയാണേ, ആ കടയിൽ നിന്ന് ആ ചേട്ടൻ ഇറങ്ങി വന്ന് നോക്കിയിട്ട് പറയണത്, സാറേ ഒരു കാർ ഇവിടെ വന്ന് നിർത്തിയിട്ട് നടന്നാൽ പോയത്. പിന്നെ വന്നപ്പോഴേ ഞാൻ അവരെ ശ്രദ്ധിച്ചിരുന്നു, കാരണം ഒരു പെണ്ണും ഒപ്പം ഉണ്ടായിരുന്നു. ഏതാണ്ട് 40-45 വയസ്സിന് മുകളിൽ പ്രായം തോന്നുന്നവരാണ് രണ്ടാളും. പിന്നെ സ്വാമിമാരുടെ വേഷമായിരുന്നു, അതുകൊണ്ടാണ് ശ്രദ്ധിച്ചതെന്ന് പറയുകയാണ് കേട്ടോ. എന്തായാലും അവരെ ഇതിനു മുമ്പ് ഇവിടെയെങ്കിലും കണ്ടിട്ടില്ല. പിന്നെ സാറേ അവരൊരു ഓട്ടോയിലാണ് കേട്ടോ കയറിപ്പോയെന്ന് പറയാം. കിരൺ പറയാം, ഓക്കെ ചേട്ടാ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ കാറും എടുത്ത് അവൻ മുന്നോട്ട് പോവാണ് കേട്ടോ. ആ സമയത്ത് പിന്നെ കാണിക്കുന്ന കാർത്തിയുടെ മടിയിൽ നമ്മുടെ കല്യാണി കിടക്കുവാണ്. കല്യാണിയോടൊപ്പം കാദംബരിയും ലക്ഷ്മിയും സരയും ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അവനെ നിങ്ങൾക്ക് ആർക്കും അറിയില്ല എന്ന് കല്യാണി പറയുവാണ് കേട്ടോ. കല്യാണിയല്ല കാർത്തിക പറയുക, നിങ്ങൾക്കാർക്കും അവനെ അറിയില്ല. ആ ആംബുലൻസിൻ്റെ പിന്നാലെ ആൾ വരുമെന്ന് അറിയുന്നതുകൊണ്ട് അവൻ അത് പെട്ടെന്ന് അതവിടെ ഇട്ടിട്ട് മുങ്ങിയെന്ന് പറയുന്നത്. അപ്പോൾ ലക്ഷ്മിയമ്മ സരയുന് ചായ കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഇത് കുടിക്കുന്നത് പറയണം. അപ്പോൾ സരയു ചായ കുടിക്കുകയാണ്. അവർ ഇനി ആ ഏരിയയിലൊന്നും കാണില്ല മക്കളെ, മറ്റെവിടേക്കെങ്കിലും പോയിട്ടുണ്ടാവുമെന്ന് ലക്ഷ്മിയമ്മയും പറയുവാണേ. അപ്പോൾ കാദംബരി പറയാണ്, കിരൺ സാർ ഇങ്ങോട്ട് വന്നിട്ട് പെട്ടെന്ന് എങ്ങോട്ട് പോയെന്ന് ചോദിക്കാൻ പറയും. സരയു പറയാം അറിയില്ല എന്ന് പറയാം. പെട്ടെന്ന് കിരണിൻ്റെ കാറ് മുറ്റത്തേക്ക് കയറി വരുവാട്ടോ ചെയ്യുന്നത്. അപ്പോൾ കാർത്തിക പറയുക, കിരൺ ഇപ്പോൾ എങ്ങോട്ടാണ് പോയെന്ന് ചോദിക്കുമ്പോൾ കിരൺ പറയാം, പളരിയിൽ പോകാനെന്നും പറഞ്ഞ് ചിലർ ഇങ്ങോട്ട് വന്നില്ലേ, അവരുടെ പിന്നാലെ ഒന്ന് പോയതാ. ആര് വന്നാലും ദയവ് ചെയ്ത് കതക് തുറക്കരുത്. ഏത് വേഷത്തിലും അപകടമാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഞാൻ നോക്കുമ്പോൾ കാൽനടയായി ഭിക്ഷ യാചിക്കാൻ വന്നവർ കാറിൽ കയറി പോകുന്നു. കുറച്ച് ദൂരമായി കാറ് ഇട്ടിരിക്കുന്നത് കണ്ടു. കാദംബരി, അവരെ കണ്ടപ്പോഴേ പ്രശ്നക്കാരാണെന്ന് തോന്നിയില്ലല്ലോ. കാർത്തിക പറയുക, പിന്നെ എങ്ങനെ അവർ കാറിൽ കയറിപ്പോയെന്ന് പറഞ്ഞതോ? കിരൺ പറയുക, പിന്നെ ഞാൻ പിന്തുടർന്ന് കുറച്ച് ദൂരം ചെന്നപ്പോൾ കാർ കണ്ടു. കാഷായ വേഷം ധരിച്ച 2 പേർ ഇറങ്ങിപ്പോയെന്ന് ഒരാൾ പറഞ്ഞു. ഒരാണും ഒരു പെണ്ണും ആണെന്ന് പറയുകയാണ്. അപ്പോൾ കാദംബരി പറയുക, അച്ഛൻ അവർക്ക് പൈസ കൊടുത്തത് ഞാനും കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ കിരൺ പറയും, ആ സമയത്ത് കറിയ ലക്ഷ്മിയും പുറത്തിറങ്ങാതിരുന്നത് നന്നായി, പിന്നെ ഞങ്ങൾ പെട്ടെന്ന് എത്തിയത് കൊണ്ട് സ്ഥലം വിട്ടതായിരിക്കും എന്ന് പറയാം. കല്യാണി അപ്പോൾ വന്നത് അവനും അവളും ആണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ സരയു പറയുകയാണ്, അല്ലെങ്കിൽ പഴയ പോകാൻ ഭിക്ഷയെടുക്കാമെന്ന് പറഞ്ഞ് കാറിൽ വരുമോ? അവർ കാൽനടയായിട്ടല്ലേ വീടുകളിൽ വരുള്ളൂ. അപ്പോൾ കാർത്തിക പറയുക, 2 എണ്ണവും വേഷം മാറി നടക്കുമായിരിക്കും. കിരൺ പറയുകയാണ്, അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി ആര് വന്നാലും പുറത്തിറങ്ങരുതെന്ന്. അപ്പോൾ സരയു പറയുക, കാർത്തികേച്ചി അമ്മയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. കിരൺ പറയാ, അവർ ഭിക്ഷ യാചിക്കാൻ കൊണ്ടുവന്ന തളിയിൽ വല്ല ആയുധം ഒളിപ്പിച്ചിട്ടുണ്ട്. ആ സമയത്ത് നിങ്ങളൊരാൾ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ വീട്ടിൽ വീണ്ടും ഒരു കണ്ണീരായനായിരുന്നു എന്ന് പറയുവാണേ. ലക്ഷ്മിയമ്മ പറയാ, അവർ ഇപ്പോൾ വേറെ വേഷത്തിലായിരിക്കും മാറി നടക്കുന്നതെന്ന് പറയുക. അപ്പോൾ കാർത്തിക പറയാം, വേഷം മാറാൻ ഇത്രയും മിടുക്കനായ ഒരാളെ ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല എന്ന് പറയാം. കാദംബരി പറയാം, മരണം കഴിഞ്ഞ വീടാ, ഇവിടെ ആളും പേരുമൊക്കെ ഉണ്ടാവുമെന്ന് അറിഞ്ഞിട്ടും അവരിങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ധൈര്യം സമ്മതിച്ചേ പറ്റൂ എന്ന് പറയുവാണേ. കിരൺ പറയുക, ഇത് അവർക്ക് പറ്റിയ സാഹചര്യമാണ്. ഇവിടെ 2 പേരും ഉണ്ടെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. വന്നത് അവരാണെന്ന് ഉറപ്പിക്കാൻ പറ്റുമോ എന്ന് സരയു ചോദിക്കുകയാണ്. കിരൺ പറയും, മുഖം കണ്ടപ്പോൾ എനിക്ക് സംശയം തോന്നിയിരുന്നു, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒന്ന് പിന്നാലെ പോയി നടന്നത് എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ കാണിക്കുന്ന പോലീസ് സ്റ്റേഷനിൽ എസ്.ഐയും കോൺസ്റ്റബിൾമാരുണ്ട്. അത് വനിതാ കോൺസ്റ്റബിൾസും ഉണ്ട് കേട്ടോ. അവരോടൊക്കെ ആയിട്ട് പറയുകയാണ്, നമ്മുടെ അഭിമാന പ്രശ്നമാണ്, ചന്ദ്രശേഖരൻ സാറിന് നല്ല പിടിപാടുള്ളതാണ്, അവനെ എങ്ങനെയും ഷൂട്ട് ചെയ്തിട്ടായാലും എങ്ങനെയും നമുക്ക് അവനെ കണ്ടെത്തിയേ പറ്റൂ, അത് നമ്മുടെ ഒരു ചലഞ്ചായിട്ട് എടുക്കണം. സൈബർ സെല്ലിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ എല്ലാ സ്റ്റേഷനിലും പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന കിരൺ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ രാവിലെ കുളി കഴിഞ്ഞ് എന്തോ ഒരു സ്വപ്നം കണ്ട പോലെ എന്തോ ഇങ്ങനെ നോക്കും. പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോഴേ
നമ്മുടെ കല്യാണി കുളിച്ചൊരുങ്ങി വരികയാണ്. അപ്പോൾ അവൻ ചോദിക്കുക എവിടെ പോകാമെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയാം ഞാൻ അമ്മയായിട്ട് അമ്പലത്തിൽ പോകാമെന്ന്. അപ്പോൾ കിരൺ എഴുന്നേറ്റിട്ട് ചോദിക്കും നീ ഇപ്പോഴും നോർമലായില്ലേ? അപ്പോൾ അവൾ പെട്ടെന്ന് എന്ത് വന്നിട്ട് പറയണേ ഇന്നലെ രാത്രി അമ്മ എന്നോട് വന്ന് പറഞ്ഞതായിട്ട് തോന്നി അമ്പലത്തിൽ പോകാമെന്ന് വെച്ച് അവളിങ്ങനെ കരയുവാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് കല്യാണിയും കാദംബരിയും നയനയും കൂടി ഒരു ഓഡിറ്റോറിയം നോക്കാനായിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ വന്ന് നോക്കിയിട്ട് ചോദിക്കുകയാണ്, കല്യാണി ചോദിക്കുകയാണ് അല്ലേ കേരളത്തിലെ ലീഡിങ് ആയിട്ടുള്ള ഇൻറ്റീരിയർ ഡിസൈനർ എന്ത് പറയുന്നു, പിന്നെ ഓഡിറ്റോറിയം കൊള്ളാമെന്ന് ചോദിച്ചപ്പോൾ നേരെ ഇവർ പറയും ഇവരങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ നയന ഡിസൈനറുമാണ്, കല്യാണി എന്താ ഇൻറ്റീരിയർ ഡിസൈനറുമാണ്. അപ്പോൾ അങ്ങനെ ഇവർ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പറയാണ് ഇത്ര ആർഭാടത്തിലാണോ കല്യാണം നടക്കാൻ പോകണമെന്നൊക്കെ നയന ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയാം അതെ അമ്മയുടെ ആഗ്രഹം നന്നായിട്ട് നടത്തണമെന്ന്. പിന്നെ അപ്പോൾ നയന പറയും സ്വർണ്ണം എടുക്കണമെങ്കിൽ നമ്മുടെ ജ്വല്ലറിയിൽ നിന്ന് എടുക്കാം കേട്ടോ. ആദർശേട്ടൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് പണിക്കൂലിയൊക്കെ കുറച്ച് നല്ല ഡിസ്കൗണ്ടൊക്കെ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കല്യാണം പറഞ്ഞത് അതെ കുറച്ച് സ്വർണ്ണമൊക്കെ ഉണ്ട്, അമ്മയുടെ സ്വർണ്ണമൊക്കെ ഉണ്ട്. പിന്നെ കിരണേട്ടൻ അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഗിഫ്റ്റായിട്ട് ഞാനും കിരണേട്ടനൊക്കെ കുറേ ഗോൾഡ് വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഉണ്ട്. അതെല്ലാം കറുതേച്ച് കൊടുക്കുന്ന ഒരു 300 പവൻ്റെ സ്വർണ്ണം ഉണ്ടെന്നൊക്കെ ലക്ഷ്മിയമ്മ പറയുന്നതെന്ന് പറയുകയാണേ. അങ്ങനെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ സ്റ്റെഫിയും ഗംഗയാണ് കേട്ടോ. അവർ ഈ കല്യാണം നടത്താൻ പോണ കാര്യങ്ങളെയൊക്കെ പറ്റി ഇവർ മനസ്സിലാക്കിയിട്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്യണം. അപ്പോൾ കല്യാണം നടത്തരുതെന്നാണ് സ്റ്റെഫി പറയുന്നത് കേട്ടോ. അതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.